യെസ് ഹലോ ചോ ഹായ് നമസ്തേ കേസെ ആപ്പ് സബ്. സുശീൽ ശുക്ലജി എഴുതിയിട്ടുള്ള പേഡ് കവിത നമ്മൾ സൂപ്പറായിട്ട് പഠിച്ചതല്ലേ. ഇതിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് പ്ലസ് കംപ്ലീറ്റ് ക്വസ്റ്റൻ ആൻസേഴ്സ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം എന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. तो ठीक है बच्चों, आप सबको एजुपोर्ट के एक नई वीडियो के अंदर स्वागत है. तो क्या है इस कविता के अंदर, എന്താണ് ഈ കവിതയിൽ നമ്മൾ പഠിച്ചത്? സുശീൽ ശുക്ലജി കവിതയിൽ പേടിനെ എന്തായിട്ടാണ് പറയുന്നത്? എ കുശൽ ദർജി की तरह. ഓക്കെ, പേട് തും പേട് നഹി തും ദർജി, മരമേ നീ മരമല്ല മറിച്ച് നീ ഒരു തയ്യൽക്കാരനാണ് എന്നാണ് സുശീൽ ശുക്ലജി തന്റെ കവിതയിൽ പേടിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതിലെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. സോ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ പോക്കാണ്. സോ കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും, അതിന്റെ ആശയം ഒക്കെ സമ്മറി ഒക്കെ ഞാൻ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കുന്നതാണ്. സോ നേരെ എന്ത് ചെയ്യാം, ഒരു പെന്നും പേപ്പറൊക്കെ കയ്യിലെടുത്ത് വെച്ചോളൂ. നല്ല രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. സോ കവിതയുടെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും അല്ലെ. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കിയാലോ. കവിതയുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാറില്ലേ, അതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണം ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കവിതാ पर आधारित प्रश्न और उनके उत्तराണ്. ഓക്കെ, കവിതയുടെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് കാണുന്ന ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ക്യാ ഹൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ആദ്യത്തെ ചോദ്യം? ധൂപ് സിലി തോ ബിഖർ ഗയി, ധൂപ് സിലി തോ ബിഖർ ഗയി, കതിരൻ കതിരൻ ചായ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കവിതയുടെ അകത്ത് നമുക്ക് ഈ ഒരു വരി കണ്ടതാണ് അല്ലെ. സോ ഇതിൽ എന്താണ് ചോദിക്കുന്നത്? ഇസ് ക്യാ ദൃശ്യ ഉഭരാത്ത ഹൈ, ഈ വരികളിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ധൂപ് സിലി ഥോ ബിഖർ ഗയി, ധൂപ് എന്നാൽ വെയിലാണ്, വെയിൽ പതിക്കുമ്പോൾ എന്താണ് സ്കാറ്റേർഡ് ആയി പോകുന്നത്? നമുക്ക് അതിന്റെ ആശയം എങ്ങനെ എഴുതാമെന്ന് കാണിച്ചാൽ നോക്കിയാലോ. റെഡി. സോ ജബ് സൂരജ് കി ധൂപ്, സൂരജിന്റെ വെളിച്ചം പേड़ की पत्तियों और ढालियों के बीच से छनकर जमीन पर पड़ती है. സൂര്യപ്രകാശം എന്ന് പറയുന്നത് നമുക്കറിയാം മരത്തിന്റെ കൊമ്പുകളുടെയും ഇലകളുടെയും ഒക്കെ തട്ടിയിട്ടാണ് ഭൂമിയിൽ പതിക്കുന്നത് അല്ലെ. സോ ആ ഭൂമിയിൽ പതിക്കുമ്പോൾ ഒരുപോലെയല്ല, മറിച്ച് എന്താണ്? ടുക്കുടേ മേ ഭാണ്ടി ഹുയി ദിഖ്തി ഹൈ, നേരെ പതിക്കല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ്? അവിടെയൊക്കെ തട്ടി സ്കാറ്റേർഡ് ആയിട്ട് റിഫ്ലക്റ്റഡ് ആയിട്ട് നമുക്കറിയാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അത് ഭൂമിയിൽ നമുക്ക് കാണുന്നത്, അതിന്റെ നിഴലായിട്ട്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ദൃശ്യം ऐसा लगता है, ഈ ദൃശ്യം എങ്ങനെയാണ് തോന്നുന്നത്? മാനോ കിസി ദർജി ने सिलाई करते समय कपड़ों की छोटे छोटे टुकड़े जमीन पर बिखर दिए हो എന്നാണ് പറയുന്നത്. എങ്ങനെയായിട്ടാണ് ഈ ദൃശ്യത്തെ കവി വർണ്ണിക്കുന്നത്? ഒരു തയ്യൽക്കാരൻ തന്റെ വസ്ത്രങ്ങൾ തുന്നുമ്പോൾ ആ തുന്നുന്ന സമയത്തുള്ള ആ ഒരു നമുക്കറിയാം ആ ഒരു വസ്ത്രങ്ങളൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് എന്താണ് താഴെ വീഴൂലേ, അതുപോലെയാണ് എന്താണ് കവി വർണ്ണിക്കുന്നത്? സൂര്യപ്രകാശത്തിലൂടെ, ഐ മീൻ വെയിലിന്റെ ആ ഒരു സൂര്യപ്രകാശം നമ്മുടെ ഇലകളിലും കൊമ്പുകളിലൊക്കെ തട്ടി ഭൂമിയിൽ പതിക്കുമ്പോൾ ഒരു തയ്യൽക്കാരൻ തന്റെ വസ്ത്രം തുന്നുമ്പോൾ ആ ഒരു കഷ്ണങ്ങളായിട്ടുള്ള തുണികൾ വീഴുന്ന പോലെയാണ് ഇതിൽ സൂര്യപ്രകാശം മരങ്ങളുടെയും മരത്തിലൂടെ അതിന്റെ ഇലയിലൂടെയും കൊമ്പുകളിലൂടെയും ഒക്കെ തട്ടിയിട്ട് റിഫ്ലക്റ്റഡ് ആയിട്ട് ഭൂമിയിൽ പതിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ദൃശ്യത്തിന്റെ വർണ്ണനയാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലെ? ഇതൊന്ന് നിങ്ങൾ വായിച്ചിട്ട് എഴുതിയാൽ മതി. നിങ്ങളുടെ ആ ഒരു ആശയം വെച്ചിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ബൈ ഹാർട്ട് പഠിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. മിറ്റി രംഗ് ഹവാ പാനി കോ ജോഡ് ദിയ തരാശ്, ഇസ്സെ ക്യാ താത്പര്യ ഹോത്താ ഹൈ, എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്? എന്താണ് മിറ്റി രംഗ് ഹവാ പാനി കോ ജോഡ് ദിയ തരാശ് എന്ന് പറയുന്നതിലൂടെ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്കാ താത്പര്യ കി പ്രകൃതി പേड़ के മൂൽ തത്വ, പ്രകൃതി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയിലുള്ള ഒരുപാട് മെയിൻ ആയിട്ട് മൂൽ തത്വം അത് ഏതൊക്കെയാണ്? ഹവ ആയിക്കോട്ടെ, ജൽ ആയിക്കോട്ടെ. സോ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മിട്ടി ഹോ, ഹവാ ഹോ, പാനി ഹോ, രംഗ് കോ ബഹുത് ഹി ഖൂബ്സൂരത്തി സെ ആകാർ ദേക്കർ, അതിന് നല്ലൊരു രൂപം നൽകിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? आपस में जोड़ देता है. इन्हीं तत्वों से मिलकर पेड़ को जीवन और उसका सुंदर रूप बनता है എന്നാണ് പറയുന്നത്. സോ എന്താണ് ഇതിലൂടെ എന്താണ് ആ ഒരു പേട് എന്ന് പറയുന്നത്? പ്രകൃതി എന്ത് ചെയ്തിട്ടുണ്ട്? इसका तात्पर्य है कि पेड़ प्रकृति का मूल तत्व जैसी. ഓക്കെ, പേട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള തത്വങ്ങളായിട്ടുള്ള ഹവ ആയിക്കോട്ടെ, പാനി ആയിക്കോട്ടെ, അതിനൊക്കെ സുന്ദരമായിട്ടുള്ള രൂപം നൽകി അതിനൊക്കെ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനും അത്രയും സുന്ദരമായിട്ടാണ് ക്രിയേറ്റിവിറ്റിയിലൂടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു വരികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? രംഗ് महक की हुई सिलाई, इसका मतलब क्या है? രംഗ് महक की हुई सिलाई, इसका मतलब क्या है? എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത്? इसका मतलब है कि पेड़ ने फूलों के अंदर, എന്താണ് രംഗ് महक ही हुई सिलाई എന്ന് പറയുന്നതിലൂടെ മരം എന്ത് ചെയ്തിട്ടുണ്ട്? പൂക്കളുടെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉനക്ക് സുഗന്ധം രംഗ്. ഓക്കെ, മെഹക്ക് എന്ന് പറയുന്നത് സുഗന്ധത്തെയാണ്. പൂക്കളുടെ ഉള്ളിൽ അതിന്റെ നിറവും അതിന്റെ സുഗന്ധവും ഒക്കെ നൽകിയത് ആരാണ്? മരമാണ് എന്നാണ് കവി പറയുന്നത്. ബഹുത് ബാരീക്കി സെ ഭർ ദിയാ ഹൈ, മാനോ ഉസി രംഗ് और സുഗന്ധ को एक साथ सिल दिया है, ആ ഒരു സുഗന്ധവും അതുപോലെ തന്നെ രംഗിനൊക്കെ ഒരുപോലെ തുന്നിച്ചേർത്തത് മരമാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്. വൻ കെ പേड़ में वन के स्वाद सिले का मतलब क्या है? वन के पेड़ में जो वन का जो स्वाद सिले, ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? അവിടെയാണ് നമുക്ക് ഉത്തരം വരുന്നത്. इसका अर्थ ये है कि जंगल, जो जंगल वन के पेड़ में वन के स्वाद सिले है, കാട്ടിലെ മരങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാദ് നൽകി എന്ന് പറയുന്നതിലൂടെ
क्या है, जंगल में उगले वाले पेड़ों के, जंगल में उगने वाले, ജംഗൽ എന്ന് പറയുന്നത് കാടിലാണ്, കാട്ടിൽ വിരിയുന്ന ആ മരങ്ങൾക്ക്, ഫലോമേ വഹാ കി പ്രാകൃതിക് മിട്ടി, അവിടെയുള്ള പ്രാകൃതികമായിട്ട് ആ ഒരു എൻവയോൺമെന്റിന് അനുസരിച്ചിട്ടുള്ള മിട്ടി ആയിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, ഹവ ആയിക്കോട്ടെ, വാതാവരൺ എന്ന് പറയുന്നത് ആ ഒരു എൻവയോൺമെന്റ് ആണ്. സോ ആ ഒരു എൻവയോൺമെന്റ് നൽകുന്നത് ആരാണ്? അപ്നാ ഖാസ് സ്വാദ് മൗജൂദ് ഹോത്താ ഹൈ. ആ ഒരു എൻവയോൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള മണ്ണും അതിൻ്റെതായിട്ടുള്ള വായുവാണ് ആ ജംഗൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാദ് അതിലുണ്ടാകും എന്നാണ് പറയുന്നത്. പേട് ജഹാ ഉഗത്താ ഹൈ വഹീ കി വിശേഷത അപ്നെ ഫലോ മേ സിൽ ദേത്താ ഹൈ. മരം എവിടെയാണോ വളരുന്നത്, ആ വളരുന്ന എൻവയോൺമെന്റിന്റെ വിശേഷത പോലെയാണ്, ആ വളരുന്ന ചുറ്റുപാടിന്റെ വിശേഷത പോലെയാണ്, ആ വളരുന്ന കാലാവസ്ഥ പോലെയാണ് അതിലുണ്ടാകുന്ന മരങ്ങളിലെ, ആ മരങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ഫലങ്ങളുടെ ഒക്കെ സ്വാദിനെ അത് അനുകൂലിക്കുന്നത് എന്നാണ് ഈ വരികളിലൂടെ സുശീൽ ശുക്ലജി നമ്മളോട് പറയുന്നത്. നമുക്കും അറിയാലേ, നമ്മളായാലും നല്ലൊരു ചുറ്റുപാടുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകെട്ടാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതുപോലെയാണ് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുക അല്ലെ. സോ എപ്പോഴും നമ്മുടെ കൂട്ടുകെട്ട് നല്ലതാണ്. നിങ്ങൾ കുട്ടികളാണ്, അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. സോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് നിങ്ങളുടെ ആ ഒരു വളർച്ചയും സ്വാധീനിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ടാണ് ഈ വരികളുടെ അർത്ഥം ഇങ്ങനെയാക്കുന്നത്. എവിടെയാണോ ആ മരങ്ങളുള്ളത്, ആ മരങ്ങൾക്ക് ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ ചുറ്റുപാട് പോലെയാണ്. ആ മരങ്ങളിൽ വിരിയുന്ന ആ ഫലത്തിന്റെ ആ ഒരു വിശേഷത എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ठीक है, സോ കൺസെപ്റ്റ് ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, റെഡി. ആപ് അപ്നി ജിന്ദഗി കോ कैसे सिलना चाहते हैं, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ആയിട്ട് എഴുതാം, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. मैं अपनी जिंदगी को कड़ी मेहनत, ഞാൻ എൻ്റെ ജീവിതത്തെ കടി മെഹനത്ത്, കഠിനാധ്വാനവും അതുപോലെ തന്നെ ഈമാൻദാരി എന്ന് പറയുന്ന നോളജും അതുപോലെ തന്നെ ജ്ഞാൻ എന്ന് പറയുന്ന ഒരു നോളജ് അല്ലെങ്കിൽ വിസ്ഡം ആണ്. ഓക്കെ, സോ മെഹനത്ത് എന്ന് പറയുന്ന ഹാർഡ് വർക്കിംഗ് ആയിക്കോട്ടെ, ഈമാൻദാരി എന്ന് പറയുന്ന ലോയലിറ്റി ആയിക്കോട്ടെ, ജ്ഞാൻ എന്ന് പറയുന്ന വിസ്ഡം അല്ലെങ്കിൽ നോളജിനെ ആയിക്കോട്ടെ, ദൂസറോ കി മദദ് കർനെ ജൈസെ അച്ഛേ ഗുണോ കെ ധാഗെ സെ സിൽനാ ചാഹത്താ ഹൂ, മറ്റുള്ളവരെ സഹായിക്കുന്ന ആയിക്കോട്ടെ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിക്കോട്ടെ, ഇതുപോലുള്ള നല്ല നല്ല ലീഡർഷിപ്പ് ട്രേറ്റ്സ്, നല്ല നല്ല ഗുണങ്ങൾ ഞാനൊരു നൂലാക്കിക്കൊണ്ട് അതെന്റെ ജീവിതത്തിൽ തുന്നാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം. താക്കി മേരി ജിന്ദഗി എക് സുന്ദർ പേഷ കി തര ബൻ സകെ ജോ സബ്കോ ഖുഷി ദേ എന്നാണ് പറയുന്നത്. ഏത് വസ്ത്രം പോലെ, ഏത് രീതിയിലാണ് എന്നെ ഞാൻ തുന്നാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷം പകർത്താൻ കഴിയുന്ന ആ ഒരു വസ്ത്രമായിട്ട് പോലെയാണ് ആ ഒരു തുന്നി, ആ സിൽക്കർ ഉസി പേശ की तरह मैं बनना चाहता हूं जो दूसरों की दुनिया, दूसरों की जिंदगी में भी खुशी फैला सके. മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷം പകരാൻ സാധിക്കുന്ന രീതിയിൽ എനിക്ക് എൻ്റെ ജീവിതത്തെ തുന്നണം എന്നാണ് നിങ്ങളും ചിന്തിക്കേണ്ടത്. എപ്പോഴും വേണം ഹാർഡ് വർക്ക് വേണം അല്ലെ, പെർസീവറൻസ് ആയിക്കോട്ടെ, സ്ഥിരോത്സാഹം ആയിക്കോട്ടെ, ഹാർഡ് വർക്കിംഗ് വേണം. അതുപോലെ തന്നെ ലോയാലിറ്റി, യു ഷുഡ് ഓൾവേസ് കീപ് ദ ലോയാലിറ്റി. സോ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സത്യസന്ധതയെ നിങ്ങൾ കീപ്പ് ചെയ്യണം. സോ യു നീഡ് ഓൾവേസ് എ ഹാർഡ് വർക്കിംഗ് മൈൻഡ് സെറ്റ്. എപ്പോഴും ഒരു ഹാർഡ് വർക്കിംഗ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ കൂടെ എന്തായാലും വേണം. അതുപോലെ തന്നെ എന്താണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഈസ് ഓൾസോ ഡെഫിനറ്റ്ലി നീഡഡ്, റൈറ്റ്. സോ ഇത്രയും ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിൽ കൂടുതൽ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ദാറ്റ്സ് വെരി ബെസ്റ്റ്. ടീക്ക് വെച്ചോ. സോ മേജർലി ദീസ് ആർ ദ തിങ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ, ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഇനി നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ജോ പെഹല ആക്ടിവിറ്റി, നിങ്ങളുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇങ്ങനെയാണുള്ളത്. കവിതാമേ പേട് കിൻ കിൻ കോ സിൽത്താ ഹേ, കവിതയിൽ മരം ഏതിനൊക്കെയാണ് തുന്നിച്ചേർക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്തുകൊണ്ട് താഴെ എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഘർ ഉണ്ട്, ഘോസ്ല ഉണ്ട്, കപ്പടെ ഹവേ ബാദേ ധൂപ്പ് സാഗർ ചാന്ദ് കിനാരെ റാത്ത് ജമീൻ സപ്നെ ഫൂൽ കിതാബ് ദിനിക്ക. സോ പേട് നിന്മലിഖിത് ചീസോ കോ സിൽത്താ ഹേ. സോ മരം, ഓക്കെ, ഇതിൽ ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്ത് എഴുതണം. സോ മരം ഏതിനൊക്കെയാണ് തുന്നിച്ചേർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഘോസ്ല എന്ന് പറഞ്ഞ കൂടിനെ തുന്നിച്ചേർക്കുന്നുണ്ട്, ഹവ എന്ന് പറഞ്ഞ കാറ്റിനെ തുന്നിച്ചേർക്കുന്നുണ്ട്, ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലിനെ തുന്നിച്ചേർക്കുന്നുണ്ട്, കിനാരെ എന്ന് പറയുന്നത് എഡ്ജസ് ആണ്, വരമ്പുകളെയൊക്കെ തുന്നിച്ചേർക്കുന്നുണ്ട്, ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഭൂമിയെ തുന്നിച്ചേർക്കുന്നുണ്ട്, ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പൂവാണ്, പൂവിനെയും തുന്നിച്ചേർക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രകൃതി എന്ത് ചെയ്യുന്നത്, മരം എന്ത് ചെയ്യുന്നത്, തുന്നിച്ചേർക്കുന്നത് എന്ന് ആ കവിതയിൽ നമുക്ക് കാണാം. സോ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. नीचे दिए शब्दों से चुनकर लिखे, സെലക്ട് ചെയ്തുകൊണ്ട് എഴുതാനാണ് പറയുന്നത്. पेड़ किन किन चीजों को क्या करते हैं, किन किन चीजों को सिलाते हैं, ഏതിനൊക്കെയാണ് തുന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുതാൻ സാധിക്കും.
ओके क्लियर अല്ലേ? രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. സംബന്ധ് പെഹചാനെ और जोड़ बनाए. സംബന്ധ് പെഹചാനെ और जोड़ बनाए. ധൂപ്പ് എന്ന് പറഞ്ഞാൽ തണലാണ്, ഛായയാണ്. മിട്ടി രംഗ് വരികളിലൂടെ നമുക്ക് കാണാം. പാനി എന്ന് പറയുമ്പോൾ ആകാശാണ്. പാനി ജോഡ്കർ ആകാശ് ബനായ എന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയില്ലേ? അതുപോലെ തന്നെ ഫൂൽ എന്ന് പറഞ്ഞാൽ പശ്മീന വസ്ത്രം പോലെയാണ് ഫൂലിനെ പറയുന്നത്. സോ അതിന്റെ സംബന്ധ് പെഹചാനെ ജോഡ്കറിലേക്ക് എന്ന് പറയുന്നതിലൂടെ നിങ്ങൾക്ക് ആ കവിതയുടെ വരികളിലൂടെ നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സോ ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, തണൽ. മിഠി മണ്ണ്, കളർ രംഗ്. പാനി ആകാശ്, ഫൂൽ പശ്മീന് വരികളിലൂടെ നമ്മൾ കണ്ടതാണ്. ഓക്കെ സോ പാനി സിൽക്കർ ആകാശ് എന്നൊക്കെ വരികൾ നിങ്ങൾ അതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഏതിനൊക്കെയാണ് തുന്നിച്ചേർക്കുന്നത്? ഓക്കെ റെഡി. സോ മൂന്നാമത്തെ ആക്ടിവിറ്റി ആണ് കവിത സെ യേ ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിവേ. കവിത സെ യേ ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിവേ. കവിതയിലൂടെ ഈ ആശയം വരുന്ന വരികൾ സെലക്ട് ചെയ്ത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് വരികൾ ഇതാണ്. ധൂപ്പ് കെ സിൽനെ സെ ഛായ ബിഖർ ഗയേ. ധൂപ്പ് കെ സിൽനെ സെ ഛായ ബിഖർ ഗയേ. ഓക്കെ വെയിലിനെ തുന്നിച്ചേർത്തപ്പോൾ എന്താണ്? തണലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലെ. ധൂപ്നെ സിൽനെ സെ ഛായ ബിഖർ ഗയേ എന്നാണ് പറയുന്നത്. ആ തണല് എങ്ങനെയാണ് സ്കാറ്റേർഡ് ആയതിനെ കുറിച്ചാണ് അല്ലെ. സോ ധൂപ്പ് സിലി തോ ബിഖർ ഗയി ഖത്രൻ ഖത്രൻ ഛായയെ എന്ന് പറയുന്ന വരികളാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഇവിടെയും ധൂപ്പുണ്ട്, ഇവിടെ ഈ വരികളിലും ധൂപ്പുണ്ട്. സിൽന സിലി ഉണ്ട്, ഛായയെ എന്ന് പറയുന്നത് ഇവിടെയും ഛായയെ ഉണ്ട്. ഓക്കെ ബിഖർ ഉണ്ട്, ബിഖർ ഉണ്ട്, ഘൈ ഘൈ. സോ അതേ സമാന ആശയമുള്ള തന്നിരിക്കുന്ന വരികളിൽ സമാന ആശയമുള്ള ആ വരികൾ സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ വരികൾ കാണുമ്പോൾ ആ വരികളിൽ നിങ്ങൾക്ക് ആ ആശയം കാണുമ്പോൾ തന്നെ വരികൾ ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ സിമ്പിൾ അല്ലേ? റെഡി. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏറൊക്കെ ചെയ്തെന്ന് പറഞ്ഞേ. എത്ര പേര് ഇതൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഒന്ന് കമന്റ് ബോക്സിൽ ഫട്ടാഫട്ട് ജോഷ് ലगा दो. കമന്റ് ബോക്സ് में जोश लगा दो. ठीक है सो ഒരു ക്വിക്ക്. ठीक है സർ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് ഏകദേശം അറിയുന്നതാണ്, ഐ ആം ഗുഡ് അറ്റ് ദിസ് എന്ന് പറയുന്നവർ പെട്ടെന്ന് ജോഷ് എന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. ജോഷ് മത്ലബ് ദ എനർജി, ദ പവർ. സോ യു ഹാവ് ടു ഗിവ് മീ ദ പവർ. നിങ്ങൾ നിങ്ങളുടെ പവർ കാണിക്കുന്നു, ഞാൻ തിരിച്ച് അങ്ങോട്ട് തരാം. സോ ജോഷ് എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തോ. ബാക്കി ഞാൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാം. 1 2 3 4 5 6 7 ഇനഫ് റെഡി. സോ 7 സെക്കൻഡ് തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും വിട്ടിട്ടുണ്ടാവും. സോ അടുത്തത് കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. സോ എത്ര കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. സോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവുന്ന ഇരിക്കുന്നു. സോ അടുത്തത് പേടിനെ മിറ്റി രംഗ് ഹവ ഓർ പാനിക്കോ തരാശ് കർ ജോഡാ എന്ന് വരികൾ ചോദിക്കുമ്പോൾ മുമ്പെന്നാണ് പേടിനെ രംഗ് ഓർ സുഗന്ധ് കി സിലായി കി രംഗ് മഹക് ഹി ഹുയി സിലായി എന്നാണ് വരികൾ വരുന്നത്. പേടിനെ മിറ്റി രംഗ ഹവ പാനിക്കോ തരാശ് കർ ജോഡാ എന്ന് പറയുന്നതിലൂടെ എന്താണ്? മിറ്റി രംഗ് ഹവ പാനിക്കോ ജോഡ് ദിയാ തരാശ് എന്ന് പറഞ്ഞ വരികളാണ്. പേടിനെ പ്രത്യേക ഫലമേ അപ്പന സ്വാദ് ഭര എന്ന് പറയുന്നതിലൂടെ ആമേ ആം കെ സ്വാദ് സിലെ ജാമുൻ മേ ജാമുൻ കെ. ഓക്കെ रेडी. सो आम में आम के जो स्वाद सिले, जामुन में जामुन के स्वाद सिले. ठीक है. सो आ वरिകൾ അവിടെ കാണും. जामुन के यस जामुन में जामुन के. यस दैट्स इट. सो सिले തുന്നിച്ചേർക്കൊന്ന് ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ആക്കിയതാണ്. വരികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ഹേ യെടി. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് ശബ്ദോं का आपसी संबंध पहचाने सिले या सिली എന്നത് പൂരാക്കിയേ. സോ സിലെ എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗ ബഹുവചനമാണ്. ഓക്കെ പുല്ലിംഗ് ഏകവചനാണ് എന്ന് എന്താണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. പുല്ലിംഗ് ഏകവചനം എന്ന് പറയുമ്പോൾ പുല്ലിംഗ ഏകവചനം എന്ന് പറയുമ്പോൾ അകാരാന്ത ശബ്ദാണ് ആ. ഓക്കെ അതുപോലെ തന്നെ പുല്ലിംഗ ബഹുവചനാണെങ്കിൽ ഏ. അതായത് ഇപ്പോൾ പുല്ലിംഗ ഏകവചനാണെങ്കിൽ ആ ശബ്ദത്തോടു കൂടിയാണ് അവസാനിക്കുക. ഫോർ എക്സാമ്പിൾ സിൽന എന്ന് എടുത്തു കഴിഞ്ഞാൽ സിൽന എന്ന വെർബ് എടുക്കുമ്പോൾ സിൽന സില എന്നായി മാറുന്നു അല്ലെ. സില എന്ന് നമ്മൾ കണ്ടു. അടുത്തത് അത് പ്ലൂരൽ ആകുമ്പോൾ എന്തായി? സിലെ എന്നായി മാറി. ഉച്ചാരണം നോക്കിയേ, ഉച്ചാരണം പോലെ മാറ്റിയാൽ മതി, അത് സിലെ എന്നായി മാറും. ഓക്കെ സോ പുല്ലിംഗ ഏകവചനം ആകുമ്പോൾ സില, പ്ലൂറൽ ആകുമ്പോൾ സിലേ. ഓക്കെ അത് സിംഗുലർ പ്ലൂറൽ ആണ്. ഒരു ശബ്ദം അതെന്താണ്? ഒന്നിക്കിൽ പുല്ലിംഗ ആവാം അല്ലെങ്കിൽ സ്ത്രീലിംഗ ആവാം. പുല്ലിംഗ ആയാൽ തന്നെ ഒന്നിക്കിൽ അതെന്താണ്? സിംഗുലർ ആകണം അല്ലെങ്കിൽ പ്ലൂറൽ ആകണം. സ്ത്രീലിംഗ ആയാലും എന്താണ്? സിംഗുലർ ആവണം അല്ലെങ്കിൽ പ്ലൂറൽ ആവണം. അതിനാണ് ഹിന്ദിയിൽ പുല്ലിംഗ ഏകവചൻ ബഹുവചൻ എന്ന് പറയുന്നത്, സ്ത്രീലിംഗ ഏകവചൻ ബഹുവചൻ എന്ന് പറയുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള ആളായതാണ് സിലേ എന്നാണ്. അതുകൊണ്ട് പുല്ലിംഗ് ബഹുവചനാണ് ഇത്. ഓക്കെ അടുത്തെന്താണ്? സിലി. ഓക്കെ സിലി ഈ ആയി കഴിഞ്ഞാൽ ഈ. ഓക്കെ സ്ത്രീലിംഗ ആണെങ്കിൽ ഓക്കെ സ്ത്രീലിംഗ ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ എന്ത് കിട്ടും? ഈ കിട്ടും.
ബഹുവചനാണെങ്കിൽ, സ്ത്രീലിംഗ് ബഹുവചനാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈം എന്ന് കിട്ടും. ഒരു കുത്തും കൂടെ അഡീഷണൽ ആയിട്ട് വരും. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായി? ഇവിടെ സിലി ആയി. ഓക്കെ, സിലി വലിയ വ്യത്യാസമൊന്നുമില്ല. സിലി എന്നുള്ളത് സിലീം എന്നായി മാറും. സിലി കുത്ത് വരും, ഒരു കുത്ത് അഡീഷണൽ ആയിട്ട് വരും. അത്രേ സ്ത്രീലിംഗത്തിൽ വ്യത്യാസമുള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് ഓക്കെ അല്ലേ? പുല്ലിംഗ ആണെങ്കിൽ എന്തായി മാറുന്നുണ്ട്? സില എന്നുള്ളത് സിലേ ആയി മാറിയിട്ടുണ്ട്. ഉച്ചാരണം നോക്കിയാൽ മതിയെ. അവസാനിക്കുന്നത് ആയാണ്. സിലിന എന്നാണ് വെർബ് വരുന്നത്. സിലിന, തുന്നുക എന്നാണ് വെർബ് വന്നത്. നാ പ്രത്യയം എന്തായി? സിൽ പ്ലസ് നായാണ്. സിൽ പ്ലസ് നായാണ് എന്ത് കിട്ടുന്നത്? സിൽന എന്ന് കിട്ടുന്നത്. അപ്പൊ നാ എന്ന പ്രത്യയം മാറ്റി നാ പ്രത്യയം നമുക്ക് അവിടെ വേണ്ട. അതിനുശേഷം നമ്മൾ ടെൻസിലേക്ക് മാറുമ്പോൾ എന്തായി? സിലാസ്. ഓക്കെ, തുന്നി എന്ന് പറയുമ്പോൾ അതായത് സിംഗുലർ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, ഐ മീൻ പാസ്റ്റില് പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, സോ സാമാന്യ ഭൂതകാലാണ്. സിലിന, സില. ഓക്കെ, സില പ്ലൂറൽ ആകുമ്പോൾ സിലേ എന്നായി മാറി. ഫീമെയിൽ ആകുമ്പോൾ സിലി ആണ്. അതിന്റെ പ്ലൂറൽ ആകുമ്പോൾ സിലി എന്നായി മാറും. ഓക്കെ, സില ആ. ഓക്കെ, ബഹുവചനാകുമ്പോൾ എ, സിലേ. ഓക്കെ, അതാണ് ബേസിക് ഗ്രാമർ ആണ്. ആപ്പിലെ കുട്ടിയൊക്കെയാണെങ്കിൽ, എജുപോർട്ട് ആപ്പിലെ കുട്ടിയൊക്കെയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്ദി റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് ആപ്പിൽ ഹിന്ദിയിൽ കാണാൻ സാധിക്കും. അവിടെ എല്ലാ ഗ്രാമറും വ്യാകരൺ പോർഷൻസ് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആപ്പിന്റെ അകത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ അതൊന്ന് കണ്ടോളൂ. ഗ്രാമർ പോർഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം, നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? സോ അത്രമാത്രം ഇവിടെ ഓർത്താൽ മതി. ഇവിടെ സിലേ എന്നാണോ സിലി എന്ന രീതിയിൽ മാറ്റണം. ഒന്ന് പുല്ലിംഗാണ്, അതുപോലെ തന്നെ ബഹുവചനാണ്. PB പുല്ലിംഗ് ബഹുവചൻ. ഓക്കെ, സോ അടുത്ത എന്താണ്? ഇത് എന്താണ്? സിലി എന്ന് പറയുന്നത് സ്ത്രീലിംഗ് ബഹുവചൻ, SB. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒന്ന് എന്ന് പറയുന്നത് മസ്കുലീൻ പ്ലൂരൽ ആണ്. ഓക്കെ, MP എന്നും പറയും. PB അല്ലെങ്കിൽ മസ്കുലീൻ പ്ലൂരൽ, അതുപോലെ തന്നെ ഫെമിനൈൻ പ്ലൂരൽ, FP. ഓക്കെ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. സോ ഇവിടെ വരുവാണ് PB നമുക്ക് എടുക്കാം, PBയും SBയും. സോ സിലേ എന്ന് പറയുമ്പോൾ 10 എന്ന്, ഓക്കെ, 10 എന്ന് പറയുമ്പോൾ എന്താണ്? സിലേ ആയി മാറും. ഓക്കെ, കലിയാം എന്ന് പറയുമ്പോൾ എന്താണ്? സ്ത്രീലിംഗ് ബഹുവചനാണ്. അപ്പോൾ സിലി എന്നായി മാറും. നദിയാം എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ് ബഹുവചനമാണ്. അപ്പോൾ സിലി എന്നായി മാറും. ഒരു കുത്തും കൂടെ വരും. ഢാലിയാം എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ് ബഹുവചനാണ്. അപ്പോഴെന്താണ്? ഒരു കുത്തും കൂടെ വരും, സിലി എന്ന് പറയും. ഈ യാം എന്ന് വരുമ്പോഴാണ് എന്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ബഹുവചനമാണ് എന്ന് പറയുന്നത്. അപ്പോഴെന്താണ്? സ്ത്രീലിംഗം കൂടിയാണ്. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, ആ ഒരു ഉച്ചാരണത്തിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. സോ 10 എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടി എ ആണ് അല്ലെ, അവസാനം എ ആണ്. അപ്പോ പുല്ലിംഗ് ബഹുവചനാണ്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഐഡന്റിഫൈ ചെയ്യാം. പലർക്കും അധികം മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് അടുത്ത 9ലും 10ലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ എന്തായാലും കിട്ടും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊരു ഐഡിയ വെച്ചാൽ മതി. പിന്നീട് അടുത്ത ലെസൺസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ എന്തായാലും കിട്ടും. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഇന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇത് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ്. സോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ എന്തായാലും ആക്കണല്ലോ. എന്താണ് ലിംഗ് എന്ന് പറഞ്ഞ കാര്യം? ഹിന്ദിയിൽ ലിംഗ് എന്ന് പറയുന്നത് എന്താണെന്നത്, അത് ഏതൊക്കെ തരത്തിലുണ്ട്? സ്ത്രീലിംഗ് ഉണ്ട്, പുല്ലിംഗ് ഉണ്ട് എന്ന് പഠിച്ചില്ലേ? അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, സ്ത്രീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫെമിനൈൻ ആണ്. പുല്ലിംഗ് എന്ന് പറയുന്നത് മസ്കുലീൻ ആണ്. ഓക്കെ, സോ ഫെമിനൈനും മസ്കുലൈനും എന്ന് പറയുന്ന ഈ രണ്ടെണ്ണത്തെ കുറിച്ച് ഒന്ന് പഠിക്കണം. അതുപോലെ തന്നെ സിംഗുലർ പ്ലൂരൽ എന്നുണ്ട്. ഓക്കെ, ഏകവചനം, അതുപോലെ തന്നെ ബഹുവചനം എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, സോ ക്ലിയർ, റെഡി. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സില അല്ലെങ്കിൽ സിലി എന്ന് ആഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു, ഇപ്പുറത്തെ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ അടുത്തതാണ് വിചാർ വിമർശ ഓർ രചനാത്മക കാര്യം. ക്രിയേറ്റീവ് റൈറ്റിംഗിലേക്കാണ് നിങ്ങൾ വന്നത്. കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതേണ്ട സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ ചോദ്യ പേപ്പറിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്രിയേറ്റീവ് റൈറ്റിംഗിലെ 4 മാർക്ക് എന്ന് പറയുന്നത്. ആസ്വാദന ടിപ്പണി എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. എന്താണ് ചർച്ച കീജിയെ, പേട് കോ ദർജി ക്യൂ കഹാ ഗയാ ഹേ, എന്തുകൊണ്ടാണ് മരത്തെ ഒരു തയ്യൽക്കാരനായിട്ട് പറഞ്ഞത്? എഴുതണം, എന്തായാലും നിങ്ങൾ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ എഴുതാം? ജിസ് പ്രകാർ എക് ദർജി അലഗ് അലഗ് കപ്പടോ കെ ടുക്കടോ കോ കാട്ട് കർ, എങ്ങനെയാണ് ഒരു തയ്യൽക്കാരൻ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളെ എങ്ങനെ ചെയ്യുന്നു? കാട്ട്കർ, മുറിച്ചുകൊണ്ട്, തരാശ്കർ, യോജിപ്പിച്ചുകൊണ്ട്, തുന്നിയിട്ട് എങ്ങനെയാണ് സുന്ദർ പേശക് തയ്യാർ കർത്താ ഹേ, എങ്ങനെയാണ് നല്ലൊരു വസ്ത്രം, പശ്മീനെ ജോ പേശക് യാനി വസ്ത്രം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഒരു തയ്യൽക്കാരൻ വ്യത്യസ്തമായിട്ടുള്ള പീസുകളെ യോജിപ്പിച്ച് തുന്നിയിട്ട് എങ്ങനെയാണ് ഒരു വസ്ത്രം തയ്യാറാക്കുന്നത്? അതുപോലെയാണ് എങ്ങനെയാണ്
ठीक उसी प्रकार भी प्रकृति पेड़ भी प्रकृति के അതുപോലെ തന്നെ ठीक उसी प्रकार पेड़ प्रकृति के അതുപോലെ തന്നെയാണ് പേട് മരം എന്ന് പറയുന്നത് പ്രകൃതിയിലെ അലഗ് അലഗ് തത്വം വ്യത്യസ്തമായിട്ടുള്ള തത്വങ്ങളെ. ഏതൊക്കെയാണ് ആ തത്വങ്ങൾ എന്ന് പറയുന്നത്? ധൂപ്പായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, ഹവ ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, പാനി വെള്ളമായിക്കോട്ടെ, മിട്ടി ആയിക്കോട്ടെ, ഇതിനൊക്കെ ആപ്പസ് മേ ജോഡ്കർ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ചുകൊണ്ട് സിൽക്കർ തുന്നിക്കൊണ്ട് ജീവൻ ഫൂൽ ഫൽ പത്തേ ഓർ ഘോസ്ലെ കാ നിർമ്മാൺ കർത്താ ഹൈ. ഓക്കെ, സോ ജീവൻ ആയിക്കോട്ടെ ഏതെങ്കിലും എല്ലാത്തിന്റെയും നമുക്കറിയാം എല്ലാത്തിനും ഒരു എനർജി ഉണ്ടല്ലേ. സോ ഒരുപാട് ജീവജാലങ്ങളെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? പേട് തന്നെയാണ്. സോ ഫൽ ആയിക്കോട്ടെ, ഫൂൽ ആയിക്കോട്ടെ, ഇലകളായിക്കോട്ടെ, പത്തി ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു? ഘോസ്ലെ ആയിക്കോട്ടെ, ഇതിനൊക്കെ ക്യാ ഹൈ ഇസ്കാ ജോ ये सबका निर्माण कौन करता है? पेड़ करता है. ये सबका निर्माण पेड़ करता है എന്നൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. इसी रचनात्मकता के कारण पेड़ को एक दर्जी के रूप में कभी यहाँ बताया गया है. ഓക്കെ, സോ എന്തുകൊണ്ടാണ് മരമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ എഴുതിയാൽ മതി. മരം എന്താ? ഒരു തയ്യൽക്കാരൻ. ഓക്കെ, ഒരു മരത്തെ എന്തുകൊണ്ടാണ് സുശീൽ ശുക്ലജി തയ്യൽക്കാരനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എന്താണ് തയ്യൽക്കാരൻ ചെയ്യുന്നത് എന്ന് ഓർക്കണം. സോ തയ്യൽക്കാരൻ എന്താണ് ചെയ്യുന്നത്? അലഗ് അലഗ് കപ്പടേക്കോ ലേക്കർ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇസ്കോ കാട്ട് കർ സിൽക്കർ തുന്നിക്കൊണ്ട് എക് പേശക് ബനാത്ത. ഓക്കെ, എക് പേശക് ബനാത്ത ഒരു നല്ലൊരു വസ്ത്രമായിട്ട് അദ്ദേഹം മാറ്റുന്നത് എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള തുണികളുടെ പീസൊക്കെ എടുത്തിട്ടാണ്. ഉസി ठीक उसी പ്രകാർ അതുപോലെ തന്നെയാണ് പേട് ക്യാ കർത്താ ഹൈ പ്രകൃതിക്ക് അലഗ് അലഗ് തത്വം പ്രകൃതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തത്വങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? ധൂപ്പായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ്? ഛായ കുച്ച് ബി ഹോ, ധൂപ്പ്, പാനി, മിട്ടി, ഹവ, രംഗ്, ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതിയിലെ തത്വങ്ങളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് एक सुंदर पेशक कौन बनाता है? प्रकृति में पेड़ बनाता है. इसीलिए एक रचनात्मक रूप से इसीलिए एक रचनात्मक एक अल्टीमेट क्रिएटिविटी ആയിട്ട് അൾട്ടിമേറ്റ് ക്രിയേറ്റർ ആയിട്ടാണ് നമ്മുടെ പേടിനെ ഇവിടെ പറയുന്നത് മരമായിട്ട് മരത്തിനെ സുശീൽ ശുക്ലജി പറയുന്നത്. ഓക്കെ, സോ പ്രകൃതിയിലെ എല്ലാത്തിനും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രചനാത്മകത के इसी रचनात्मकता के कारण प्रकृति में पेड़ को एक दर्जी के रूप में बताया गया है, कहा गया है എന്ന് നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. ആ ഒരു കൺസെപ്റ്റ് ഓർത്താൽ മതി. എന്താണ് ചെയ്യുന്നത്? തയ്യൽക്കാരൻ എന്ത് ചെയ്യുന്നു, അതുപോലെ പ്രകൃതിയിൽ മരം എന്ത് ചെയ്യുന്നു എന്നും കൂടെ നിങ്ങൾ അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ this answer will be very easy. This answer will be very easy to solve for you, right? So you can easily write the answer by understanding the concept. So concept is easy for you. Ready बच्चों? concept मैंने बहुत अच्छी तरह से सटीक तरह से आपसे बताया गया है. सिर्फ आपको लिखना है, समझना है, जवाब देना है. ठीक है, सो हो गया. तो ठीक है बच्चों, सो अगला क्वेश्चन है कविता का आशय लिखो. सो आपको क्या करना है? कविता का आशय लिखना चाहिए. आशय बहुत बार मैंने कह चुका है पिछले सेशन के अंदर भी. सो കവിതയുടെ ആശയം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നിങ്ങൾക്ക് എഴുതാം? കവി സുശീൽ ശുക്ല ദ്വാരാ കവി സുശീൽ ശുക്ല എന്ത് ചെയ്തിട്ടുണ്ട്? इस कविता का मूल आशय प्रकृति की अद्भुत रचनात्मकता को दर्शाना है. सो പ്രകൃതിയിലെ അത്ഭുതമായിട്ടുള്ള ആ ഒരു ക്രിയേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. कवि ने पेड़ का मानवीकरण एक दर्जी के रूप में किया है. मानकीकरण का मतलब क्या होता है बच्चों? मानकीकरण का मतलब है पर्सोनिफिकेशन. यस, सो कंसेप्ट इज ओके. सो പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അവർക്ക് ജീവൻ കൊടുക്കുക, ഒരു ജീവൻ കൊടുക്കുകയാണ്, മനുഷ്യനെ പോലെ ജീവൻ കൊടുക്കുകയാണ്. സോ കവിനെ കിസ്കോ ജീവൻ ദിയാ ഹൈ. കവി കിസ്കോ മനുഷ്യനെ പോലെ കാണുന്നത് പേടിനെയാണ്. कवि ने पेड़ को क्या बच्चों आपको समझ रहा है ना? सो कवि ने पेड़ को एक मनुष्य की तरह मानकीकरण किया है. इसको क्या है? मानवीकरण किया है. ओके, സോ തെറ്റിപ്പോകരുത്. മാനകീകരണം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. മാനവീകരണം എന്ന് പറയുമ്പോഴാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്, മനുഷ്യനായിട്ട് കാണുന്നത്. ഛായാവാദിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മാനവീകരണം എന്ന് പറയുന്നത്. സോ ഛായാവാദം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ റൊമാൻറ്റിസേഷൻ ആണ്. ഹിന്ദിയിലെ ഏകദേശം ഒരു 1918 മുതൽ 36 വരെ ഹിന്ദിയിൽ ഛായാവാദം എന്ന് പറയും. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ജയശങ്കർ പ്രസാദ്, ഓക്കെ, സുമിത്രാനന്ദ പന്ത്. അവരൊക്കെ എന്താണ് കുറച്ചും കൂടെ റൊമാൻറ്റിസൈസ് ആയിട്ടാണ് ഏതാണ് പ്രകൃതിയെ കാണുന്നത്, ഒരു ഛായ ആയിട്ടാണ്. സോ ദാറ്റ്സ് ഡിഫറെന്റ്. ദാറ്റ്സ് നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ അതുപോലെ എന്താണ് എല്ലാത്തിനും നമുക്കറിയാം പ്രകൃതിയിലും നമ്മളെ പോലെയുള്ള ഒരാളായിട്ട് ജീവൻ നൽകി അതിനെ സങ്കല്പിച്ച് അതിനെ വർണ്ണിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടെ അല്ലെങ്കിൽ എന്താണ് ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നത് അല്ലെ. അതുപോലെ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എങ്ങനെയാണ് മാനവീകരണം ദർജി കെ റൂം മേ കിയാ ഹൈ? മരത്തെ ഒരു തയ്യൽക്കാരനായിട്ട് കാണുന്നു. ജോ അപ്പനെ ജാദുയി ഹാത്തോ സെ അതെന്താണ് തന്റെ ആ ഒരു മാന്ത്രിക കൈകൾ കൊണ്ട് വെയിലായിക്കോട്ടെ, ഹവയായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, രംഗായിക്കോട്ടെ, ഇതിനൊക്കെ തുന്നുന്നു. വോ മിട്ടി ഓർ പാനി കോ തരാശ് കർ
മിട്ടി ഓക്കെ മണ്ണിനെയും വെള്ളത്തിനെയും തരാശ് കർ ക്യാ ഹെ ഫൂൽ ഖിലാത്ത ഹെ പൂവിനെ എന്തുന്നു പൂവിനെ ഉണ്ടാക്കുന്നു और फलों में मिठास भरता है പഴങ്ങളിൽ എന്ത് ചെയ്യുന്നു അതിന്റെ പഴങ്ങളുടെ സ്വാദ് നൽകുന്നു കവിത ये संदेश देती है കവിത എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത് പ്രകൃതി के हर चीज को कितनी खूबसूरती और बारीकी से बनाती है എന്നാണ് പറയുന്നത് പ്രകൃതി എല്ലാ പ്രകൃതി എന്ന മരവും ഒക്കെ നമ്മുടെ പ്രകൃതിയിലുള്ള മരവും പ്രകൃതിയൊക്കെ ചേർന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചുറ്റുപാടും എത്ര സുന്ദരമായിട്ടാണ് ഓക്കെ എത്ര അളവ് കുറിച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് സോ അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആശയം എഴുതാൻ സാധിക്കണം ഇതിന്റെ ആൻസർ ഒക്കെ ഒരു ആശയമൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഈ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും അതുപോലെ തന്നെ ബാച്ചിലെ കുട്ടികൾക്ക് ഒരു വൺ ഷോട്ട് ആയിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതിലിട്ട് തന്നിട്ടുണ്ട് സോ നോക്കി പഠിച്ചു വെച്ചോളൂ ഈ ഒരു ഓണം എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു ആശയം ഉണ്ടാവും പേട് കവിതയുടെ ആശയം 4 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും സോ അടുത്തൊരു ചോദ്യമാണ് നിങ്ങൾക്ക് കാണുന്നത് എന്താണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ച് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കവിത ആപ്കോ कैसी लगी നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കവിത ഇഷ്ടപ്പെട്ടോ ഓക്കെ अपना मत प्रकट करते हुए कवि के नाम पर पत्र लिखो സോ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് കവിയുടെ പേരിൽ ഒരു ലെറ്റർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം സ്ഥാൻ താരിഖ് ആണ് ഓക്കെ സ്ഥാൻ ആൻഡ് താരിഖ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ എപ്പോഴും സ്ഥാൻ താരിഖ് ആണ് ലെറ്റർ എഴുതുമ്പോൾ വേണ്ടത് ഏതെങ്കിലും ഒരു സ്ഥാനം എഴുതുക ഞാനിപ്പോ കണ്ണൂർ എന്ന് എഴുതാ ഏതാണ് താരിഖ് 19/2/2000 ഫ്യൂച്ചറിലേക്ക് ഞാൻ പോവാണ് 2027 ഓക്കെ ഐ എം ഗോയിങ് ടു ഫ്യൂച്ചർ സോ നോ നീഡ് സോ ഇന്നത്തെ ഡേറ്റ് ഏകദേശം നമുക്കറിയാം എത്രയാണ് 23/06/26 ഓക്കെ സോ ജസ്റ്റ് ഇതുപോലെ ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾ എഴുതുന്നു എന്നിട്ട് എന്താണ് ആദരണീയ കവി സുശീൽ शुक्ल जी सादर प्रणाम ओके मैंने हमारी 8वीं कक्षा के हिंदी पाठावली में ഓക്കെ ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ താങ്കൾ എഴുതിയിട്ടുള്ള കവിത പേട് പടി മരം എന്ന കവിത ഞാൻ വായിച്ചു മുझे ये कविता बहुत ही रोचक और कल्पनशील लगी എനിക്ക് ഈ കവിത വളരെയധികം എന്താണ് വളരെ ആ ഒരു റൊമാൻറ്റിഫിക്കേഷൻ നൽകുന്നതും അതിനെ ക്രിയേറ്റീവ് കൊണ്ടുള്ള അത്രയും സൂപ്പർ ആയിട്ടുള്ള കവിത നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് ഐ ലൈക്ക് ദ കവിത ഐ ലൈക്ക് ദ പോയം आपने जिस प्रकार पेड़ की तुलना एक दर्जी से की है താങ്കൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് താങ്കൾ മരത്തെ ഒരു തയ്യൽക്കാരനായിട്ട് പറഞ്ഞിട്ടുള്ളത് വഹ വിചാർ മേരെ മൻ കോ ബഹുത് ബായാ ആ താങ്കളുടെ ആ ഒരു കോൺസെപ്റ്റിനെ എനിക്ക് വല്ലാതെ അത് ഇഷ്ടപ്പെട്ടു ഓക്കെ പേട് സച്ച് മേ മിട്ടി ഹവ പാനി और धूप को सिलकर कितनी सुंदर दुनिया बनाता है മരം ഈ പ്രകൃതിയിലെ തത്വങ്ങളായിക്കോട്ടെ ഹവ വെയില് ഹവ ആയിക്കോട്ടെ പാനി രംഗ് ഇതിനൊക്കെ തുന്നിച്ചേർത്തുകൊണ്ട് എത്ര രസകരമായിട്ടുള്ള ഒരു ലോകമാണ് ഒരു സുന്ദർ ദുനിയ ബനായ ഹെ പേടിനെ എത്ര സുന്ദരമായിട്ടുള്ള ലോകമാണ് പേട് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് യേ मैंने आपकी कविता से ही इतने सुंदर रूप में समझा ഇത്ര സുന്ദരമായിട്ട് ഞാനത് മനസ്സിലാക്കിയത് താങ്കളുടെ കവിതയിലൂടെയാണ് എന്നാണ് കവിത എഴുതിയിട്ടുള്ള സുശീൽ ശുക്ല ജിയോട് നമ്മൾ പറയുന്നത് ഓക്കെ സെറ്റ് അല്ലേ ഇतनी अच्छी कविता लिखने के लिए आपका बहुत बहुत धन्यवाद ഇത്രയും നല്ലൊരു കവിത എഴുതിയതിന് എൻ്റെ വക താങ്ക് യു എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സുശീൽ ശുക്ല ജിയോട് പറയാം ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം ആപ്കി അല്ലെങ്കിൽ പ്രശംസക് ഓക്കെ മെയിൽ ആണെങ്കിൽ ബോയ് ആണെങ്കിൽ ഓക്കെ സോ ആപ്ക പ്രശംസക് എന്താണ് നിങ്ങളുടെ പേര് ഓക്കെ എന്താണ് പേര് അതിന് മുമ്പായിട്ട് ഒരു സിഗ്നേച്ചർ ഇടുക എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതുക ഓക്കെ സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം പേര് എഴുതാൻ ഓക്കെ സിഗ്നേച്ചർ ഇടുക എന്നിട്ട് പേര് ഇടുക ആപ്ക പ്രശംസക് ഓക്കെ ഭവതിയെ എന്ന് പറയാം റെസ്പെക്ട്ഫുള്ളി എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം സിഗ്നേച്ചർ ഇടുക പേരിടുക അതാണ് റൈറ്റ് സൈഡിൽ വേണ്ടത് ഓക്കെ നമ്മൾ എപ്പോഴും ഫെയ്ത്ത്ഫുള്ളി ഇംഗ്ലീഷിലാണെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുന്ന പോലെ സോ ആപ്ക പ്രശംസക് എന്ന രീതിയിൽ പറയാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എഴുതുവാണെങ്കിൽ തുമാര മിത്ര എന്നും എഴുതി ഇത് ഇദ്ദേഹം കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ആപ്ക പ്രശംസക് അല്ലെങ്കിൽ ഭവതിയ റെസ്പെക്ട്ഫുള്ളി എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം സിഗ്നേച്ചർ പേര് ഇനി ലെഫ്റ്റ് സൈഡിൽ എന്ത് എഴുതണം ആർക്കാണോ നമ്മൾ അയക്കുന്നത് അതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് സേവാമേ എന്നാണ് സേവാമേ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എന്ത് എഴുതണം സേവാമേ എന്ന് എഴുതണം ഏകദേശം ആ സിഗ്നേച്ചറൊക്കെ എഴുതിയതിന്റെ അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു സേവാമേ നിങ്ങൾ എഴുതേണ്ടത് സേവാമേ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് എഴുതണം സേവാമേ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് എഴുതണം യെസ് സേവാമേ എഴുതിയതിനു ശേഷം നിങ്ങൾ ഇവിടെ അദ്ദേഹത്തിന്റെ സുശീൽ ശുക്ലജിയുടെ ക്യാ ലിഖ്നാ ഹെ ആപ്കോ ഉൻകാ നാം സുശീൽ ശുക്ല ജി ആർക്കാണോ 2 അഡ്രസ് ആണ് സേവാമേ എന്ന് പറഞ്ഞാൽ 2 അഡ്രസ് ആണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു സുശീൽ
ശുക്ല്. ഓക്കെ, സുശീൽ ശുക്ല എന്ന് എഴുതുന്നു. അദ്ദേഹത്തിന്റെ അഡ്രസ്സിനെ നമ്മൾ പത്ത എന്ന രീതിയിൽ, അഡ്രസ്സിനെ ഹിന്ദിയിൽ പത്ത എന്ന് പറയും. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു അഡ്രസ്സ് എഴുതുന്നു, മധ്യപ്രദേശ്, ഏതെങ്കിലും ഒരു പോസ്റ്റ് കോഡ് പിൻകോഡ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പത്ത എന്ന് എഴുതുക. ഓക്കെ, പത്ത എന്നാണ് പറയാം അഡ്രസ്സിനെ. സുശീൽ ശുക്ലജി, താഴെ പത്ത അഡ്രസ് എന്ന് എഴുതുന്നു. പരിപാടി തീരുന്നു. ഇങ്ങനെയാണ് ഒരു ലെറ്റർ ഹിന്ദിയിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോഴേ പഠിച്ചു വെച്ചോളൂ, മുന്നോട്ടേക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ് ഈ ലെറ്ററിന്റെ ഫോർമാറ്റ്. ST എന്ന് ഓർത്താൽ മതി. ഡയറി ആകുമ്പോൾ TD ആയതുകൊണ്ട് ഇവിടെ ST. ഓക്കെ, ബസ്സിലൊക്കെ ST കൊടുക്കണം. ഓക്കെ, ST എന്ന് ഓർത്താൽ മതി. സ്ഥാൻ താരിഖ് ST. ഓക്കെ, TD എന്ന് പറയുമ്പോൾ താരിഖ് ദിന്, അത് ഡയറിയുടെ അകത്താണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നല്ല രീതിയിൽ പഠിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും. വെരി സിമ്പിൾ ആയിട്ട് ഹിന്ദിയെ മനസ്സിലാക്കാൻ പോക്കാണ്. സോ ഹമാരെ കമ്മ്യൂണിറ്റിക്ക് എന്താ ആപ്പ് സബ്കാ സ്വാഗതം. ठीक है बच्चों. സോ എല്ലാവർക്കും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോ. ഇതുവരെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചോളൂ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. സ്പീഡ് ആകുന്നുണ്ടാവാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്റെ ട്രാക്കിലേക്ക് എന്തായാലും വരും. അതിനുശേഷം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കും. സോ കൺസെപ്റ്റ് ഓക്കെ ആണ്, സിंपल ആണെങ്കിൽ आप सबको हार्दिक शुभकामनाएं. तो मिलते हैं बच्चों अगले सेशन के साथ. तब तक के लिए धन्यवाद. जय हिंद एंड थैंक यू. सी यू.